കേരള ഹൗസിലെ വൈദ്യുത പ്രതിസന്ധി പരിഹരിച്ചു. 4 മണിക്കൂറുകൾക്ക് ശേഷമാണ് പ്രതിസന്ധി പരിഹരിച്ചത്. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുകയാണ്. വിഷ്ണു, ഏതായാലും കേരളത്തിൽ പവർ കട്ടാണ്, ഇരുണ്ട കാലം തിരിച്ചു വന്നു. ദില്ലി കേരള ഹൗസിലും സമാനമായ സാഹചര്യമാണ്. അവിടെ ജനറേറ്റർ തകരാറായെന്നാണോ അതായിരുന്നോ ഈ പവർ കട്ടിനുള്ള പ്രതിസന്ധി ഉണ്ടായത്, പവർ കട്ടിന് ഇടയാക്കിയത്? ഇപ്പോഴേതായാലും പ്രതിസന്ധി പരിഹരിച്ചോ? ജനറേറ്റർ നന്നാക്കിയോ? എന്താണ് വിവരം? ദില്ലിയിൽ കേരള ഹൗസിലെ വൈദ്യുത പ്രതിസന്ധി പരിഹരിച്ചു. 4 മണിക്കൂറുകൾക്ക് ശേഷമാണ് പ്രതിസന്ധി പരിഹരിച്ചത്. ഇപ്പോൾ ദില്ലിയിൽ നിന്ന് വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുന്നുണ്ട്. വിഷ്ണു, ഏതായാലും ജനറേറ്ററിൻ്റെ കേടുപാട് പരിഹരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായിരുന്നു വൈദ്യുത പ്രതിസന്ധിക്ക് ഇടയാക്കിയെന്ന് പറയുന്നു. എന്താണ് പൂർണ്ണമായും ഈ ജനറേറ്ററിൻ്റെ കേടുപാട് പരിഹരിച്ചോ? നേരത്തെയും അല്പം ആദ്യഘട്ടത്തിൽ തകരാറ് വന്നു, പിന്നീട് നന്നാക്കി വീണ്ടും തകരാറാകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ പരിപൂർണമായി പരിഹരിക്കാനായോ? എന്തായാലും ഇപ്പോൾ കേരള ഹൗസിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെയോട് കൂടിയാണ്, ഏകദേശം 11 മണിയോട് കൂടിയാണ് ജനറേറ്ററിന് കേടുപാട് ഉണ്ടായത്. പിന്നീട് അത് പരിഹരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അതിൽ ജനറേറ്ററിൽ തീപിടുത്തം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഏകദേശം 4.5 മണിക്കൂറോളം കേരള ഹൗസ് മുഴുവൻ അവിടെ പല ഓഫീസുകൾ, PRD നോർത്തിൽ ഉൾപ്പെടെയുള്ള ഓഫീസുകൾ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ഈ ഓഫീസുകൾ ഉൾപ്പെടെ ഏകദേശം 4.5 മണിക്കൂർ സ്തംഭനത്തിലേക്ക് നീങ്ങുന്ന ഒരവസ്ഥ തന്നെയാണ് കേരള ഹൗസിൽ ഉണ്ടായിരുന്നത്. ഈ ജനറേറ്ററിന്റെ തകരാറ് പരിഹരിക്കാൻ ശ്രമിക്കുന്നതിനിടെ ജീവനക്കാരന് അസിസ്റ്റന്റ് എഞ്ചിനീയറിന് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൈക്കും മുഖത്തും പൊള്ളലേറ്റ് അദ്ദേഹത്തെ ദില്ലിയിലെ RML ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇപ്പോഴും RML ആശുപത്രിയിൽ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതോടൊപ്പമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 4.5 മണിക്കൂറിന് ശേഷമാണ് കേരള ഹൗസിലെ ഈ ഒരു സ്തംഭനത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇന്ന് മന്ത്രി KM ഷാജി കൂടി കേരള ഹൗസിൽ ഉണ്ടായിരുന്നു. കേരള ഹൗസിൽ ഉണ്ടായിരുന്നു. നാളെ ചില മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് KM ഷാജി കേരള ഹൗസിലേക്ക് എത്തിയത്. KM ഷാജി ഇന്ന് ജനറേറ്റർ റൂം സന്ദർശിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ഒരു സ്ഫോടനം നടന്ന പോലെ ആണ് ഈ ജനറേറ്റർ റൂം കാണപ്പെട്ടത് എന്നതാണ്. അപ്പോൾ അത്രത്തോളം വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. എന്തായാലും അതിനുശേഷമാണ് ഇടപെടലൊക്കെ ഉണ്ടായി. മുഖ്യമന്ത്രി KM ഷാജിയുമായി സംസാരിക്കുകയും ചെയ്തു. പിന്നീട് ഇടപെടൽ ഉണ്ടായതിനു ശേഷമാണ് ഏകദേശം 4.5 മണിക്കൂർ നേരത്തെ സ്തംഭനത്തിന് ശേഷം വൈദ്യുതി പുനഃസ്ഥാപിച്ചത്. സിജു. ശരി, വിഷ്ണു തലവൂരാണ്. കേരള ഹൗസിലെ പവർ കട്ട് പരിഹരിച്ചു.